ഈ വേൾഡ് കപ്പിൽ അങ്ങനെ ആദ്യത്തെ ഒരു സെഞ്ചുറി പറഞ്ഞിരിക്കുകയാണ്. അതും ഒരു ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ പതും നിസംഗ. റിമെമ്പർ ദ നെയിം. ഡേ 10 റിവേഴ്സ് ഓർഡറിലാണ് പറയുന്നത്. ഓസ്ട്രേലിയ വേഴ്സസ് ശ്രീലങ്ക. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഓസ്ട്രേലിയക്ക് ഇന്നത്തെ മാച്ച് വളരെ ക്രൂഷ്യലാണെന്ന്. പക്ഷെ എന്ത് പറയാൻ, ഓസ്ട്രേലിയക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയത്. ഫസ്റ്റ് വീക്ക് പാർട്ണർഷിപ്പിൽ നല്ലൊരു സ്കോർ അവർ സെറ്റ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് 10 ഓവർ കഴിഞ്ഞപ്പോൾ മൊമെന്റം ഷിഫ്റ്റ് ആവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ശ്രീലങ്ക സെക്കൻഡ് ഹാഫിൽ കിട്ടിയ എല്ലാ അവസരങ്ങളും മുതലാക്കി ഫീൽഡിംഗ് സ്ട്രോങ് ചെയ്തു. ബോളിംഗ് അറ്റാക്കിന്റെ രീതി അവർ മാറ്റി. കണ്ടിന്യൂസ് ആയിട്ടുള്ള വിക്കറ്റ് നഷ്ടം ഓസ്ട്രേലിയക്ക് പ്രഷർ ബിൽഡ് ആയതു. ഒരു ടാർഗറ്റ് സ്കോർ അവർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്റ്റിൽ ദേ മാനേജ് ടു സ്കോർ 180+. പക്ഷെ സെക്കൻഡ് ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഒരു പ്രഷറും കൂടാതെ റൺസ് ചേസ് ചെയ്തു. എസ്പെഷ്യലി പതും നിസംഗയുടെ സെഞ്ചുറി. ഇന്ന് വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് ഒരു ക്യാച്ചിനെ കുറിച്ചാണ്. What a brilliant catch that was. ഒരു പക്ഷേ ഈ ഒരു ടൂർണമെന്റിലെ ബെസ്റ്റ് ക്യാച്ച് ആയിരിക്കും. ഇന്ന് നടന്ന ആദ്യത്തെ മാച്ച് അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് UAE. അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ വിജയം അനിവാര്യമായിരുന്നു. അത് അവർ കംഫർട്ടബിളോടുകൂടി ജയിച്ചു. രണ്ടാമത്തെ മാച്ച് ഇംഗ്ലണ്ട് വേഴ്സസ് ഇറ്റലി. ഇംഗ്ലണ്ടിന് കംഫർട്ടബിൾ ആയിട്ട് വിൻ ആവുമെന്ന് വിചാരിച്ച മാച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജയിച്ചത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ബാറ്റിംഗിൽ തന്നെ തകർച്ചയായിരുന്നു. ഫസ്റ്റ് 15 ഓവറിൽ സ്കോർ കണ്ടെത്താൻ വളരെ കഷ്ടപ്പെട്ടു. നല്ല കിടിലം ബോളിംഗ് ആയിരുന്നു ഇറ്റലിയുടേത്. പക്ഷേ വിൽ ജാക്സൺ വന്നിട്ട് ക്രൂഷ്യൽ ഓവേഴ്സിൽ നല്ല റൺ സ്കോർ ചെയ്തിട്ട് 200+ സ്കോർ സെറ്റ് ചെയ്തു. ശേഷം സെക്കൻഡ് ബാറ്റ് ചെയ്ത് ഇറ്റലിക്ക് തുടക്കം തന്നെ തകർച്ചയായിരുന്നു. ഫസ്റ്റ് പവർ പ്ലേ തന്നെ 3 വിക്കറ്റ് പോയി. ഞാൻ വിചാരിച്ചു ഇത് അധികം നേരം പോയില്ലാന്ന്. പക്ഷെ വീണ്ടും നല്ലൊരു പാർട്ണർഷിപ്പ്. വീണ്ടും 137 ആയപ്പോഴേക്ക് 7 വിക്കറ്റ്സ് പോയി. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇറ്റലി ഇപ്പൊ തോൽക്കുന്നു. നടന്നില്ല. വീണ്ടും വാലറ്റം കളിച്ചിട്ട് അത് 170+ ആയി. ഒരു ഘട്ടത്തിൽ 2 ഓവറിൽ 27 റൺ മതിയായിരുന്നു ജയിക്കാൻ ഇറ്റലിക്ക്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റ് പോയി അവരെ തോറ്റു. ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പർ 8ന്റെ ടീംസിന്റെ ലിസ്റ്റ് ഏറെക്കുറെ ധാരണയായി കേട്ടോ. ഇന്ത്യ ആരുടെ കൂടെയൊക്കെയാണ് കളിക്കാൻ പോണേന്ന്.